മലയാള സിനിമയെ സംബന്ധിച്ച് ഇന്നൊരു ദുഃഖവാർത്തയാണ് പുറത്തു വന്നത്. മലയാളത്തിലെ ഒരു താരത്തിന്റെ കുടുംബത്തിലെ ഏറ്റവും വലിയ ദുഃഖവാർത്ത ഇന്ന് മലയാളി പ്രേക്ഷകരും എല്ലാ താരങ്ങളും ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി മാറിക്കഴിഞ്ഞു. നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട അതുല്യ കലാകാരൻ തന്നെയായ നടൻ സിദ്ദിഖിന്റെ ഏറ്റവും മൂത്ത പുത്രനായ 37 വയസ്സുകാരനായ എല്ലാവരുടെയും പ്രിയപ്പെട്ട സാബിക്കുഞ്ഞെന്ന് എല്ലാവരും സ്നേഹത്തോടെ വിളിക്കുന്ന റാഷിൻ സിദ്ദിഖിന്റെ മരണവാർത്തയാണ് എത്തിയത് ഇന്ന് രാവിലെ. എല്ലാവർക്കും വളരെയധികം വേദന പകരുന്ന ഒരു വാർത്ത. കുറേയധികം നാളുകളായി തന്നെ സാബിക്ക് ചെറിയ അസ്വസ്ഥതകളൊക്കെ ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് സിദ്ദിഖ് പല ഷൂട്ടിങ്ങുകൾ മാറ്റിവെച്ചതും വാർത്തയായിട്ടുണ്ടായിരുന്നു. എന്നാൽ എല്ലാത്തിനും ഒടുവിൽ വേദനയില്ലാത്ത ലോകത്തിന് ഈ ലോകത്തു നിന്ന് തന്നെ വിട പറഞ്ഞ് സാബി പോയിരിക്കുകയാണ്. പ്രേക്ഷകർക്ക് തന്നെ ഒരു വലിയ ദുഃഖവാർത്ത. ഒരുപാട് കാര്യങ്ങളാണ് ഇപ്പോൾ സിദ്ദിഖിന്റെ മകൻ റാഷിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ തന്നെ വരുന്നത്. ഒരുപാട് പേർക്ക് ഒരുപാട് വാർത്തകൾ പങ്കുവയ്ക്കാനുണ്ടായിരുന്നു. ആദരാഞ്ജലി പോസ്റ്റുകൾ കൊണ്ട് നിറയുകയാണ് ഇപ്പോൾ സിദ്ദിഖിന്റെ മകന് വേണ്ടി. നടൻ സിദ്ദിഖിന്റെ മകന് 37 വയസ്സായിരുന്നു. കൊച്ചിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് തന്നെയായിരുന്നു ഇദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചത്. സിദ്ദിഖിന്റെ 3 മക്കളിൽ മൂത്ത വ്യക്തി. ഫർഹീൻ, നടൻ ഷഹീൻ സിദ്ദിഖ് എന്നിവരാണ് മറ്റ് സഹോദരങ്ങൾ. സാപ്പി എന്ന വിളിപ്പേരുള്ള റാഷിന്റെ പിറന്നാൾ ആഘോഷ ചിത്രങ്ങളും റാഷിയുടെ എല്ലാ ദിവസത്തെ പ്രത്യേകതകളും സിദ്ദിഖ് അടക്കമുള്ള ഇവരുടെ കുടുംബത്തിലെ മറ്റ് അംഗങ്ങളെല്ലാവരും പങ്കുവയ്ക്കാറുണ്ടായിരുന്നു. ഇന്ന് 4 മണിക്ക് ഖബറടക്കം നടക്കും. പടമുകൾ ജുമാ മസ്ജിദിൽ വെച്ച് തന്നെയാണ് ഇത് നടക്കുക. റാഷിദിന് വയ്യ എന്ന് അറിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും ഓടി ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആരെയും കാത്തു നിൽക്കേണ്ട കാര്യം ഇനിയില്ല. എല്ലാവരും റാഷിന്റെ അടുത്തു തന്നെ ഉണ്ടായിരുന്നു. റാഷിൻ ആ കുടുംബത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടത് സഹോദരൻ ഷഹീന്റെ ഭാര്യ അമൃതയാണ്. സഹോദരി അല്ലെങ്കിൽ അനുജത്തി എന്നൊരു സ്നേഹം നൽകാൻ റാഷിനധികം സാധിച്ചിട്ടില്ലെങ്കിൽ പോലും ആ ഒരു സ്നേഹത്തോടെ തന്നെയായിരുന്നു അമൃത എപ്പോഴും നോക്കിയിരുന്നത്. അമൃതയുടെ അവസ്ഥ തന്നെയായിരിക്കും ഏറ്റവും പരിതാപകരമെന്ന് എല്ലാവരും പറയുന്നു. അമൃതയ്ക്കായിരിക്കണം വേദന എന്ന് എല്ലാവരും പറയുന്നു. സിദ്ദിഖിന്റെ ഭാഗ്യമകൻ എന്നാണ് ഷാഹീനെ എല്ലാവരും വിളിക്കുന്നത്. സിദ്ദിഖിന്റെ ആദ്യ ബന്ധത്തിലുള്ള മകനാണെങ്കിലും സിദ്ദിഖിന്റെ എല്ലാ ഭാഗ്യങ്ങളും മുന്നിൽ കണ്ടുനിന്ന ഒരു വ്യക്തി തന്നെയാണ് ഈ മകൻ. റാഷിൻ മരിക്കുമ്പോൾ സിദ്ദിഖിന് എല്ലാം നേടാൻ സാധിച്ചു. റാഷിൻ തൻ്റെ അച്ഛൻ്റെയും സഹോദരൻ്റെയും എല്ലാം അഭിമാനം തന്നെയാണ് എന്ന് പറയണം. എല്ലാവരുടെയും പ്രിയപ്പെട്ട സിനിമയിലുള്ള എല്ലാ കാര്യങ്ങളും കണ്ടു മടങ്ങിയാണ് ഇപ്പോൾ റാഷിൻ സന്തോഷത്തോടെ നിന്നത്. ഇവരെല്ലാവരും നല്ലതുപോലെയാണ് സാപ്പി എന്ന് നോക്കിയത്. എല്ലാ വിശേഷങ്ങളും ഇവർ പങ്കുവയ്ക്കാറുള്ളത് കൊണ്ട് തന്നെ റാഷിൻ സിനിമയിൽ അഭിനയിക്കാത്തൊരു താരപുത്രനായി പ്രേക്ഷകർക്ക് തോന്നിയിട്ടേയില്ല. പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരപുത്രൻ തന്നെയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഷഹീന്റെ വിവാഹത്തോടെ ശേഷമാണ് റാഷിനെ കുറിച്ച് കൂടുതൽ പ്രേക്ഷകരും അറിയാൻ തുടങ്ങിയത്. ഷഹീന്റെ ഭാര്യ പൊന്നുപോലെ, ഒരു അനുജനെ പോലെ, ഒരു കുഞ്ഞിനെ പോലെ കൊണ്ടു നടന്ന വ്യക്തിയാണ്. എന്തിനു പറയണം, ഈ കുടുംബത്തിൽ എല്ലാവരും തന്നെ ഒരു കുഞ്ഞിനെ പോലെയായിരുന്നു റാഷിനെ കണ്ടിരുന്നത്. അവരുടെ പ്രിയപ്പെട്ട കുഞ്ഞാണ് മരിച്ചത്. അവരുടെ പ്രിയപ്പെട്ട കുഞ്ഞിന്റെ വേദനയാണ് ഇപ്പോൾ ആ കുടുംബത്തിലാകെ ഉള്ളത്. നിരവധി പേരാണ് ഇപ്പോൾ അന്ത്യോപചാരം അർപ്പിക്കാനും ഇവർക്ക് കൂടെ നിൽക്കാനും ശക്തി പകരാനുമായി എത്തുന്നത്.